അദ്ദേഹം പ്രവാചകനാണോ അതോ വലിയാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തന്റെ മകന് കൊടുത്ത ഗുണപാഠങ്ങൾ ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. യാത്രയ്ക്ക് പോകുന്ന അവസരത്തിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് യാത്ര പറയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. എല്ലാവരും സാധാരണ എങ്ങനെയാണ് ഏതെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ പോയി യാത്ര പറയുന്ന ഒരു ശീലം പണ്ട് മുതലേ നല്ല മനുഷ്യർക്കുണ്ടായിരുന്നു. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഞാനൊരു യാത്ര പോവുകയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിച്ചപ്പോൾ തന്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു സെക്കൻഡ് ഉണ്ടാതിരുന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നു മകനോട് പറഞ്ഞു, അത്രേ മോനെ, നീ തിരിച്ചു വരുന്ന അവസരത്തിൽ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുവരണം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട്, ഞാൻ യാത്രയ്ക്ക് പോവുകയാണ്, യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ഉമ്മയ്ക്ക് വേണ്ടി എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്ന അവസരത്തിൽ ഉമ്മ പറഞ്ഞു, മോനെ, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണും കൊണ്ടുവേണം നീ എന്റെ മുന്നിലേക്ക് കടന്നു വരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത്രേ ഉമ്മ, സ്വർഗത്തിലെ ഒരു പിടി കൊണ്ടുവരുന്നതിന് വേണ്ടി ഉമ്മ അത്രയും നാട് കാത്തിരിക്കണമെന്നില്ല, ഞാൻ വരുന്നത് വരെ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്ന, ഉമ്മ, വലതുകാലം ഉയർത്തുമോ ഉമ്മ? തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിൽ പിടിച്ചങ്ങോട്ട് ഉയർത്തുകയാണ്. എന്നിട്ട് ഉമ്മ ചവിട്ടിയ കാലിന്റെ അടിഭാഗത്ത് നിന്നൊരു പിടി മണ്ണങ്ങോട്ട് വാരുകയാ. എന്നിട്ട് തന്റെ ഉമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറയുന്നു, ഉമ്മ, ഇതാണുമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, സ്വർഗമിരിക്കുന്നത് എവിടെയെന്നറിയുമോ? സ്വർഗമിരിക്കുന്നത് എവിടെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാഹ് പറഞ്ഞാലും സ്വർഗമാകാൻ ആഗ്രഹിക്കുന്നവരാ. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ സ്വർഗം അന്വേഷിക്കേണ്ടത് ഭൂമിയിലല്ല, നിന്റെ ചുറ്റുഭാഗങ്ങളിൽ മുഴുവനും നീ സ്വർഗം അന്വേഷിക്കുകയാ. പക്ഷേ സ്വർഗമിരിക്കുന്നത് എവിടെയെന്നറിയുമോ? നിന്റെ കാലിന്റെ ചുവട്ടിലാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സ്വർഗത്തിന്റെ മുകളിൽ കാലെടുത്ത് ചവിട്ടി വെച്ചിട്ട് ലോകം മുഴുവനും സ്വർഗം തേടുന്ന പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം നിനക്ക് നേടണ്ടേ പെണ്ണുമോളെ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലാ സൽമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നിസാഉദ് ദുനിയാ അഫ്ളലു അമിൽ ഹൂറുൽ ഈൻ? അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ദുനിയാവിലെ പെണ്ണുങ്ങളാണോ നല്ലത്, അതോ സ്വർഗത്തിലെ ഹൂറുൽഈങ്ങളാണോ നല്ലത്? അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു പെണ്ണ് ചോദിച്ചു, നബിയേ, ദുനിയാവിലെ പെണ്ണാണോ നല്ലവള്, സ്വർഗത്തിലെ പെണ്ണാണോ നല്ലവള്? അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അതാ ദുനിയാവിലെ പെണ്ണിനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗ
സ്വർഗത്തിന്റെ മുകളിൽ കാലെടുത്ത് ചവിട്ടിയിട്ട് പടച്ചവനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് പടച്ചവനെ മതിമറന്നുകൊണ്ട് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈ വിഷയം പറയാൻ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നറിയുമോ? ആദ്യമായിട്ടാണ് എന്റെ പെങ്ങളെ കുറിച്ച് പറയുന്നത്, ആദ്യമായിട്ടാണ് സഹോദരിമാരെ കുറിച്ച് പറയുന്നത്. പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? കണ്ട് മടുത്തു പെങ്ങളെ. എവിടെ നോക്കിയാലും മുസ്ലിം പെണ്ണാണല്ലോ, എവിടെ നോക്കിയാലും മുസ്ലിം പെണ്ണാണല്ലോ. മുസ്ലിം പെണ്ണ് ഫർദ് ധരിച്ച പെണ്ണില്ലാത്ത കഥയില്ലല്ലോ. ഏത് പൂരപ്പറമ്പിൽ നോക്കിയാൽ, ഏത് ഉത്സവപ്പറമ്പിൽ നോക്കിയാൽ ഫർദ് ധരിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററിൽ കടന്നു പോകുന്ന മുസ്ലിം പെണ്ണില്ലേ? എവിടെയാ പെങ്ങളെ? എവിടെ എത്തി നിൽക്കുന്ന സഹോദരി? പത്തയും കുത്തിക്കൊണ്ട് അമുസ്ലിമായ കാമുകന്റെ കയ്യിൽ പിടിച്ച് വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ കണ്ടില്ലേ? പത്രമാധ്യമങ്ങളെടുത്താൽ മുസ്ലിം പെണ്ണിന്റെ ചരിത്രമല്ലേ വായിക്കാറുള്ളത്? എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഒരു വാർത്തയില്ലാതെ പത്രം നമുക്ക് മടക്കി വെക്കാൻ കഴിയില്ല. അധപതനത്തിന്റെ അടിത്തട്ടിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് 6-ാം നൂറ്റാണ്ടിലെ കാട്ടുനബികളെ പോലെ മതപ്പതിക്കുന്ന രീതിയിൽ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എങ്ങനെ തോന്നുന്ന മോള് ഫർദ് ധരിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കാൻ നിനക്കെങ്ങനെ തോന്നുന്നു? പൂരപ്പറമ്പിൽ പാതിരാത്രിയിൽ തന്റെ കൊച്ചുമക്കളെയും പിടിച്ചുകൊണ്ട് രാത്രി 1 മണി 2 മണിക്ക് സമയത്ത് പോയി നിൽക്കാൻ ഫർദ് ധരിച്ച പെണ്ണ് നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്ന മോള്? പോകണമെങ്കിൽ നിനക്ക് ഫർദ് ധരിക്കണോ? എന്തിനാ ഈ ഫർദ് നീ ഇത്ര കളിയാകുന്നത്? ഈ സമുദായത്തെ നാണം കെടുത്തുന്നത് എന്തിനാണ്? ഏത് ഫർദ് എന്നറിയുമോ? ഏത് ഫർദ് എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറപ്പെട്ട ഭാര്യമാര് ആയിഷ റളിയല്ലാഹു തആല മരിച്ച ഫർദയല്ലേ? ഖദീജ ബീവി ധരിച്ച ഫർദയല്ലേ? ഫാത്തിമ ബീവി ധരിച്ച ഫർദയല്ലേ? എന്തിനാ പൊന്നുമോളെ നാണം കെടുത്തുന്നത്? എന്തിനാ സമുദായത്തെ പേര് കേൾപ്പിക്കുന്നത്? ഏത് ഫർദ്